പ്രിയപ്പെട്ടവരെ, നമ്മുടെ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ജനുവരി 26 റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ലാൻസ് നായിക് രാജേഷ് CMനെ ആദരിക്കാൻ വേണ്ടി നമ്മളോട് പോയിരിക്കുന്നത്. 1998 കാർഗിൽ വാറിൽ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും എതിരാളികളുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഒരു കാല് ശേഷം നഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും സർവീസിൽ തുടർന്നു. 2015 തൻ്റെ 18 വർഷത്തെ സർവീസ് കാലയളവ് പൂർത്തീകരിച്ച് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഇദ്ദേഹത്തിന് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പേരിൽ, മാനേജ്മെൻറ്റ് പേരിൽ, സ്റ്റാഫ് അംഗങ്ങളുടെ പേരിൽ എല്ലാവിധ അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. രാജ്യ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച 5 പേര് പടിഞ്ഞാത്ത് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. അവരെ ആദരിക്കുവാനായി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആദരവായിട്ട് വാങ്ങിയ രാജേഷ് സാറിന് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേരിലും സ്റ്റാഫ് അംഗങ്ങളുടെ പേരിലും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് രാജേഷ്. ഞാൻ കാർത്തിപുരം ആലക്കോട് കണ്ണൂർ സ്വദേശിയാണ്. 1995 ആർമിയിൽ എൻറോൾ ചെയ്യുകയും 2012 ആർമിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം 2 കൊല്ലത്തിന് ശേഷം പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ഇപ്പോൾ ആലക്കോട് ബ്രാഞ്ചിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. ഇന്ന് ഈ ജനുവരി 26 ഈ ദിവസം തന്ന ആദരവിനും സ്നേഹത്തിനും എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഞാൻ 1995 ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തു. ഇന്ന് ഈ 26 ജനുവരിയിലെ ഈ ഒരു ആദരം തന്നതിലും ഞാനും എൻ്റെ കുടുംബവും അതിയായ സന്തോഷം അറിയിച്ചുള്ളൂ. 1981 പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞ് 24 വർഷം സർവീസ് ചെയ്തു. അപ്പം 2005 ഞാൻ 6 പെൻഷൻ വന്നതിന് ശേഷം നമ്മൾ പടിഞ്ഞാത്തില്ലറി വില്ലേഴ്സിൽ കുറച്ച് വർക്ക് ചെയ്തു. എനിക്ക് ഉപകാരം തന്നെ ഏറ്റവും വളരെ സന്തോഷമുണ്ട്. വളരെ നന്ദി. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഹവൽദാർ പ്രകാശൻ. 1989 കോർ ഓഫ് സിഗ്നൽസിൽ എൻറോൾ ആവുകയും 2013 ജൂൺ മാസം റിട്ടയർഡ് ആവുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ 13 വർഷക്കാലമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിലും സർവീസ് ചെയ്യുകയാണ്. രാജ്യത്തിൻ്റെ 75ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെയൊരു അനുമോദനം ഏർപ്പെടുത്തിയതിന് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ മാനേജിംഗ് പാർട്ട്നേഴ്സിനോട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞാൻ ഈ നാട്ടുകാരനാണ്. പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞൊരു വ്യക്തിയാണ്. ഇന്നത്തെ ദിവസം നമ്മുടെ കാർഗിൽ യോദ്ധാവ് രാജേഷിൻ്റെ വീട്ടിൽ പടിഞ്ഞാത്ത് ജ്വല്ലേഴ്സിൻ്റെ ആദരവും അനുമോദനമൊക്കെ കൊടുത്തു. പടിഞ്ഞാത്ത് ജ്വല്ലേഴ്സ് കൊടുത്ത വലിയൊരു അഭിമാന മുഹൂർത്തം എന്നാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്. എന്തെന്നാൽ രാജേഷ് ഇന്ന് കാർഗിൽ യുദ്ധത്തിൽ അങ്ങനെയുള്ളൊരു ആക്സിഡൻറ്റ് പറ്റി ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. ഏതൊരു പട്ടാളക്കാരനും അവൻ്റെ പട്ടാള ജീവിതം കഴിഞ്ഞതിന് ശേഷം തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയാണ്, ഒരു അവസരങ്ങളാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ പടിഞ്ഞാത്ത് ജ്വല്ലേഴ്സിൻ്റെ ആ കൂട്ടായ്മ രാജേഷിന് ഇന്ന് കൊടുത്ത ഈ അനുമോദനവും ആദരവും വളരെ മഹനീയമാണ്, വളരെ മഹത്തരമാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ബേബിച്ചൻ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇത് യബിൻ പടിഞ്ഞാത്ത് ഇൻ്റർനാഷണൽ ടാർപോളിൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഇന്ന് ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച 5 ധീര ജവാന്മാർ സഹപ്രവർത്തകരായി ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ്. ഈ ഒരു ദിവസത്തിൽ അവരെ അനുമോദിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.